നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം വെരിക്കോസീലിനെ കുറിച്ചാണ്. വെരിക്കോസീൽ കൊണ്ടുള്ള രണ്ട് പ്രോബ്ലമാണ് മെയിനായിട്ടുള്ള. ഒന്ന്, ചിലപ്പോൾ ഡ്രാഗിങ് പെയിൻ, അതായത് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ വേദന ഉണ്ടാകുക. പല ആൾക്കാരും അങ്ങനെ വരാറുണ്ട്. അസുഖമായിട്ട് വേദന, കുറച്ച് നേരം നിൽക്കുമ്പോൾ വേദന, രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേദനയില്ല. രണ്ടാമത് വരുന്നത് ഇൻഫെർട്ടിലിറ്റി, അതായത് കല്യാണം കഴിച്ചു മക്കളുണ്ടായില്ല, ഇങ്ങനെ ഒരു കാരണം. ഇത് രണ്ടുമാണ് സാധാരണ വെരിക്കോസിലിൻ്റെ ഒരു പ്രസൻറ്റേഷൻ. എന്നാൽ കല്യാണം കഴിച്ചു മക്കളുണ്ട്, വെരിക്കോസിലുണ്ട്, വേദനയുമില്ല. ഇതിനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണോ എന്നറിയാനാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗ്രേഡ് 4 വെരിക്കോസിലുണ്ട്. പുള്ളിക്ക് അതുകൊണ്ട് വേദനയില്ല, പക്ഷേ എപ്പോഴും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇങ്ങനെ വളരെ വീർത്തവിടുന്നിരിക്കും. പക്ഷേ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വെരിക്കോസിൽ ഒരു സൈഡിൽ മാത്രം വെരിക്കോസിലാണെന്ന് കണ്ടു. വെരിക്കോസിൽ നോക്കി ആ കൂട്ടത്തിൽ നമ്മൾ ടെസ്റ്റീസിൻ്റെ സൈസ് നോക്കും. ഈ വെരിക്കോസിലിൻ്റെ സ്ക്രോട്ടൽ ഡോപ്ലർ ചെയ്യുമ്പോൾ ടെസ്റ്റീസിൻ്റെ സൈസ് നോക്കുമ്പോൾ മറ്റേ ഓപ്പോസിറ്റ് സൈഡ് നോർമൽ ടെസ്റ്റീസിനെക്കാട്ടിലും ഇതിന് സൈസ് വളരെ മാർക്കഡായിട്ട് സൈസ് കുറഞ്ഞതായിട്ട് കണ്ടു. അപ്പം എന്നോട് ചോദിച്ചു ഇതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിൻ്റെ സൈസ് ഇങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം, അതായത് ഹോർമോൺ ഫങ്ഷൻ കുറയും. ബാക്കി ഫെർട്ടിലിറ്റിയുടെ പ്രശ്നമില്ല, കാര്യം മക്കളായി, കല്യാണം കഴിച്ച് മക്കളായിട്ടുണ്ട്, വേദനയുമില്ല. പക്ഷേങ്കിൽ സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജ്വലി എന്തോ പറ്റുമെന്ന് ചോദിച്ചാൽ ഈ ഹോർമോൺ ഉണ്ടാക്കുന്ന സെൽസ് നശിച്ചു പോകും. ഹോർമോൺ ശരീരത്തിൽ കുറയുമ്പോൾ മറ്റേ ടെസ്റ്റീസും നോർമൽ ആണെങ്കിൽ എങ്ങനെയെങ്കിലും അത് കുഴപ്പമില്ലാതെ കോമ്പൻസേറ്റ് ചെയ്യും. എന്നാൽ രണ്ട് ടെസ്റ്റീസിലും ഇതുപോലെ വരുവാണെങ്കിൽ ഹോർമോൺ കുറയും. ടെസ്റ്റീസിലെ ഹോർമോൺ കുറയുമ്പോൾ ബാക്കിയുള്ള സെക്ഷൽ ഫങ്ഷന്, ബാക്കി കാര്യങ്ങളിലെല്ലാം ഇതിനകത്ത് കുറവ് വരും. അതുകൊണ്ട് വെരിക്കോസീൽ വേറെ ഈ രണ്ട് പറഞ്ഞ അസുഖങ്ങൾ ഇല്ല എന്ന് കണ്ടാലും ലോങ് സ്റ്റാൻഡിങ് വെരിക്കോസീലാണ്. ഒത്തിരി ഗ്രേഡ് 4 ഒക്കെ സൈസാണെങ്കിൽ ടെസ്റ്റീസിൻ്റെ സൈസ് കുറയുന്നത് കണ്ടാൽ, ഒരു ആക്റ്റീവ് സെക്ഷലി ആക്റ്റീവ് ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഡാമേജ് ഒഴിവാക്കാം. ഡാമേജ് വന്ന് ഓൾറെഡി ഡാമേജ്ഡ് ആയിട്ടുള്ള ടെസ്റ്റീസ് തിരിച്ചു വരത്തില്ല, പക്ഷെ ഫർദറായിട്ടുള്ള ഒരു ഡാമേജ് ആ ടെസ്റ്റീസിനെ ഒഴിവാക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സെക്ഷൽ ഫങ്ഷനൊക്കെ ഒന്നുകൂടെ ബെറ്ററാക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.